ഹലോ സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിക് എന്ന് പറയുന്ന മെമ്പേഴ്സിനെ കുറിച്ചാണ്. സ്റ്റാറ്റിക് മെമ്പേഴ്സ് ഓഫ് എ ക്ലാസ്. ഓക്കെ, വാട്ട് ആർ സ്റ്റാറ്റിക് മെമ്പേഴ്സ്? സാധാരണ നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് ഓരോ ഒബ്ജക്റ്റിനും അതിൻ്റേതായ ഡേറ്റ ഉണ്ടാകുമെന്ന് പറയും. സ്റ്റുഡൻറ്റ് ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സ് എന്ന് പറയുമ്പം ഓരോ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റിനും അതിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ആ ഡേറ്റ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് തന്നെ സെപ്പറേറ്റ് ലൊക്കേഷൻസിലും ആയിരിക്കും. ഫോർ സ്റ്റുഡൻറ്റ് 1ൻ്റെ ഡേറ്റ, അതിൻ്റെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മാർക്സ്, പെർസെൻറ്റേജ്, അഡ്രസ്സ്, ഇതൊക്കെ സ്റ്റുഡൻറ്റ് 2നെ നോക്കുമ്പം ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്, റൈറ്റ്? അതാണ് സാധാരണ ഡേറ്റേൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് പറയാം ഒബ്ജക്റ്റിൻ്റെ ഡേറ്റ വിൽ ബി സ്പെസിഫിക് ഫോർ ഈച്ച് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ചില സാഹചര്യത്തിൽ നമുക്ക് ഡേറ്റ വി വാണ്ടഡ് ടു ബി ഷെയർഡ് വിത്ത് ഓൾ ഒബ്ജക്ട്സ്, സെയിം ഡേറ്റ വാണ്ടഡ് ടു ബി ഷെയർഡ് വിത്ത് ഓൾ ഒബ്ജക്ട്സ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വി വിൽ ബി യൂസിങ് സ്റ്റാറ്റിക് ഡേറ്റ. ഓക്കെ, അതേപോലെ തന്നെ ഈ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡേറ്റ ആയാലും സ്റ്റാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സ് ആയാലും നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ലാതെ, ഒബ്ജക്റ്റ് വഴിയല്ലാതെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്പേഴ്സാണ്. സ്റ്റാറ്റിക് ഡേറ്റ ഓർ സ്റ്റാറ്റിക് മെത്തേഡ്സ് ക്യാൻ ബി ആക്സസ്ഡ് വിത്തൗട്ട് ദ ക്രിയേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ സ്റ്റാറ്റിക് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ മെയിൻ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റാറ്റിക് കൊടുക്കാറുണ്ട്. പബ്ലിക്, സ്റ്റാറ്റിക്, വോയിഡ്, മെയിൻ. പബ്ലിക് എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. സ്റ്റാറ്റിക് കൊടുക്കുന്നത് ഈ ക്ലാസ്സിൽ ഞാൻ പറയാണ്. എന്തുകൊണ്ടാണ് മെയിൻ മെത്തേഡിന് സ്റ്റാറ്റിക് എന്ന് പറയുന്നൊരു ഡിക്ലറേഷൻ കൊടുക്കുന്നത്? സ്റ്റാറ്റിക് കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ മെയിൻ മെത്തേഡ് വിളിക്കപ്പെടുന്നത് ജാവയാണ് അതിനെ വിളിക്കുന്നത്. ജാവ റൺ ടൈം എൻവയൺമെൻറ്റ്. അത് ഒരു ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ ആണ് വിളിക്കുന്നത്. ആദ്യത്തെ മെത്തേഡാണ് മെയിൻ മെത്തേഡ് വിച്ച് ഈസ് ഗെറ്റിംഗ് കോൾഡ് ആസ് എ ഫസ്റ്റ് മെത്തേഡ്, അല്ലേ? സോ ഒരു ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യപ്പെടാത്ത ഒരു സമയത്താണ് അത് വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഒബ്ജക്റ്റ് ക്രിയേഷൻ്റെ ആവശ്യമില്ല. സ്റ്റാറ്റിക് മെമ്പേഴ്സ് ആകുമ്പം ഒബ്ജക്റ്റ് ക്രിയേഷൻ്റെ ആവശ്യമില്ല. ബിക്കോസ് നേരത്തെ പറഞ്ഞ റീസൺ തന്നെ അതെല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദേ ആർ കൺസിഡർഡ് ആസ് ഗ്ലോബൽ. ദേ ക്യാൻ ബി യൂസ്ഡ് ബൈ ഓൾ ഒബ്ജക്ട്സ്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാറ്റിക് ഡേറ്റ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്ലോബൽ വേരിയബിൾസ് പോലെ കൺസിഡർ ചെയ്യാം. നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഗ്ലോബൽ വേരിയബിൾസ് ഉണ്ടായിരുന്നല്ലോ. സോ ഗ്ലോബൽ വേരിയബിൾസ് എന്ന രീതിയിൽ നമുക്ക് സ്റ്റാറ്റിക് ഡേറ്റേനെ കൺസിഡർ ചെയ്യാം. ഓരോ ഒബ്ജക്റ്റിനും ഓരോ കോപ്പി ഉണ്ടാവില്ല. സ്റ്റാറ്റിക് ഡേറ്റേൻ്റെ കേസിൽ ഓരോ ഒബ്ജക്റ്റിനും ഓരോ കോപ്പി ഓഫ് ഡേറ്റ ഉണ്ടാവില്ല. ഓക്കെ, ഇനി സ്റ്റാറ്റിക് മെത്തേഡ്സും ഉണ്ടാവുമല്ലോ. സ്റ്റാറ്റിക് മെത്തേഡ്സ് ആകുമ്പം ദർ ആർ സർട്ടൻ റിസ്ട്രിക്ഷൻസ്. ദേ ക്യാൻ ഓൺലി കോൾ അതർ സ്റ്റാറ്റിക് മെത്തേഡ്സ്. സ്റ്റാറ്റിക് മെത്തേഡ്സിൻ്റെ അകത്തുനിന്ന് മറ്റ് സ്റ്റാറ്റിക് മെത്തേഡ്സിനെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ സ്റ്റാറ്റിക് മെത്തേഡ്സിൻ്റെ അകത്ത് സ്റ്റാറ്റിക് ഡേറ്റ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാറ്റിക് ഡേറ്റേൻ്റെ അകത്തുനിന്ന് ദിസ് എന്ന് പറയുന്ന റെഫറൻസ് വേരിയബിൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ദിസ് എന്ന റെഫറൻസ് വേരിയബിൾ നമ്മൾ കൺസ്ട്രക്ടേഴ്സ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിരുന്നു. ആംബിഗ്യൂറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ പഠിച്ചിരുന്നു. അതിൻ്റെ അകത്ത് ദിസ് വെച്ചിട്ട് നമുക്ക് ആംബിഗ്യൂറ്റി റിസോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചിരുന്നു. അത് വേണമെങ്കിൽ ഒന്നും കൂടി കണ്ടു നോക്കും, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. സോ ലെക്ചർ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ദിസ്സിനെ പറ്റിയിട്ട് കുറച്ച് ഓർമ്മ വരുമായിരിക്കും. സോ ദിസ് എന്ന് പറയുന്ന റെഫറൻസ് വേരിയബിൾ നമുക്ക് സ്റ്റാറ്റിക് മെത്തേഡ്സിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ഒബ്ജക്റ്റ് ഉണ്ടാക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് സ്റ്റാറ്റിക് മെത്തേഡ്സൊക്കെ വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത്, അല്ലേ? സോ ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ദിസ് എന്ന് പറഞ്ഞിട്ട് റെഫറൻസ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ദിസ് എന്ന് പറയുന്നത് തന്നെ കറൻറ്റ് ഒബ്ജക്റ്റിലോട്ടുള്ള റെഫറൻസാണ്. സോ ഒബ്ജക്റ്റ് ഇല്ലാത്ത സാഹചര്യത്തിലാണ് സ്റ്റാറ്റിക് മെത്തേഡ് വിളിക്കപ്പെടാൻ സാധ്യത. സോ ആ സമയത്ത് നമ്മൾ ദിസ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ദെൻ സൂപ്പർ എന്ന് പറയുന്ന വേറൊരു കീവേഡ് ഉണ്ട്. അത് നമ്മൾ ഇൻഹെറിറ്റൻസിലാണ് യൂസ് ചെയ്യുക. ഇൻഹെറിറ്റൻസ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിലുള്ളത് തന്നെ റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഉള്ളൊരു ക്ലാസ്സിൻ്റെ ആട്രിബ്യൂട്ട്സും ബിഹേവിയറും നമുക്ക് വേണമെങ്കിൽ റീയൂസ് ചെയ്യാം. ഒരു പുതിയൊരു ക്ലാസ്സിൽ അത് റീയൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇൻഹെറിറ്റൻസ് പറയുന്ന കൺസെപ്റ്റ്. സോ ഇൻഹെറിറ്റൻസിൽ യൂസ് ചെയ്യുന്ന ഒരു
ഇതാണ് സൂപ്പർ എന്ന് പറയുന്ന ഒരു കീവേഡ് അല്ലെങ്കിൽ സൂപ്പർ എന്ന് പറയുന്ന ഫങ്ഷൻ, സൂപ്പർ എന്ന് പറയുന്ന മെത്തേഡ്. ഇത് സബ് ക്ലാസിൻ്റെ അകത്ത് ഒരു പുതിയ ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് പഴയ ക്ലാസ്സിൻ്റെ മെത്തേഡ്സ് നമുക്ക് വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് സൂപ്പർ. അതും നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഇവിടെ സ്റ്റാറ്റിക് മെത്തേഡ്സിൻ്റെ അകത്ത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് വിച്ച് വിൽ ഹാവ് സ്റ്റാറ്റിക് മെത്തേഡ്, സ്റ്റാറ്റിക് വേരിയബിൾസ്. അതുകൂടാതെ ഒരു സ്റ്റാറ്റിക് ബ്ലോക്ക് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. സ്റ്റാറ്റിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്ലാസ് ലോഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതിന് മുന്നേ തന്നെ, ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അതിൻ്റെ മെയിൻ മെത്തേഡ് വിളിക്കപ്പെട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, അതിന് മുന്നേ തന്നെ ക്ലാസ് ലോഡ് ചെയ്യുമല്ലോ. ക്ലാസ് മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ജാവ വെച്ചിട്ട് നമ്മൾ ജാവ കമാൻഡ് വെച്ചിട്ട് ഒരു ക്ലാസ്, ജാവേൻ്റെ ഒരു ക്ലാസ് റൺ ചെയ്യാണ്. മെയിൻ മെത്തേഡുള്ള ക്ലാസ്സാണ് നമ്മളങ്ങനെ റൺ ചെയ്യുക അല്ലേ. സോ ആ മെയിൻ മെത്തേഡുള്ള ക്ലാസ് റൺ ചെയ്യുന്ന സമയത്ത് ആ ക്ലാസ് ലോഡ് ചെയ്യും, ആ ക്ലാസ് മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും. അതുകൂടാതെ മറ്റ് ക്ലാസ്സസൊക്കെ ആ മെയിൻ മെത്തേഡിൻ്റെ അകത്ത് റെഫർ ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റ് ക്ലാസ്സസൊക്കെ ലോഡ് ചെയ്യും. ആ ലോഡ് ചെയ്യുന്ന ക്ലാസ് ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ, ഓക്കെ, ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് സ്റ്റാറ്റിക് ബ്ലോക്ക് എന്ന് പറയുക. സോ വേണമെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാറ്റിക് ബ്ലോക്ക് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ യൂസ് സ്റ്റാറ്റിക് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യാൻ പോവാണ്. A, B എന്ന് പറയുന്ന സ്റ്റാറ്റിക് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മെത്തേഡ് എന്ന് പറയുന്നത് മെത്തേഡ് വിച്ച് സ്റ്റാറ്റിക് മെത്തേഡ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാം മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെത്തേഡിൻ്റെ അകത്ത് വിച്ച് ഹാസ് പാരാമീറ്റർ കോൾ എക്സ്. ഓക്കെ, എക്സ്, എ, ബി ഒക്കെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എയും ബിയും സ്റ്റാറ്റിക് വേരിയബിൾസാണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആർഗ്യുമെൻ്റാണ്. ഓക്കെ, സോ ആ ആർഗ്യുമെൻറ്റ് പ്രിൻ്റ് ചെയ്യുന്നതിന് അതിന് കുഴപ്പമില്ല. എയും ബിയും സ്റ്റാറ്റിക് വേരിയബിൾസ് ആയതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ അകത്ത് അത് ആക്സസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. യു ക്യാൻ സി ഇവിടെ ഞാൻ യൂസ് സ്റ്റാറ്റിക് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് എ, ബി എന്ന് പറയുന്ന സ്റ്റാറ്റിക് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സി എന്ന് പറയുന്ന ഒരു സാധാരണ വേരിയബിളും സ്റ്റാറ്റിക് അല്ലാത്തൊരു വേരിയബിളും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സി എന്ന് പറയുന്ന വേരിയബിൾ അത് എല്ലാ ഒബ്ജക്ട്സിനും ഓരോ കോപ്പി ഉണ്ടാവും. അതേസമയം എയും ബിക്കും ഒരു സിംഗിൾ കോപ്പി മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ ഒബ്ജക്ട്സിനും കോമൺ ആയിട്ട് ഒരു കോപ്പി മാത്രമേ ഇതിനുണ്ടാവുള്ളൂ, എയും ബിക്കും. പക്ഷേ സിക്ക് ഓരോ ഒബ്ജക്റ്റും ഓരോ കോപ്പി ഉണ്ടാവും, സെപ്പറേറ്റ് കോപ്പീസ് ഉണ്ടാവും സീൻ്റെ കേസിൽ. എന്ന് നമുക്ക് ആ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അകത്ത് എക്സും പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, എയും പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, ബിയും പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സിൻ്റെ വാല്യൂ അസൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സി എന്ന് പറയുന്ന ആ വേരിയബിൾ, ഓക്കെ, ആ വേരിയബിളിൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, സീൻ്റെ വാല്യൂ 9 ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു നോൺ സ്റ്റാറ്റിക് മെത്തേഡും കൂടി ഇട്ടിട്ടുണ്ട്. സാധാരണ ഒരു മെത്തേഡ്, നോൺ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് അതിന് പേര് വെറുതെ കൊടുത്തിരിക്കുകയാണ്, വിച്ച് യൂസ് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് എ നോട്ട് സ്റ്റാറ്റിക് മെത്തേഡ്. പിന്നെ മെയിൻ ഫംഗ്ഷനും ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ദെൻ ഐ എം ഗോയിങ് ടു സേവ് ദിസ് ആൻഡ് ഐ എം ഗോയിങ് ടു കമ്പൈൽ ദിസ് ഫ്രം അനദർ ടെർമിനൽ. ഓക്കെ, കമ്പൈൽ ചെയ്തു. ഇവിടെ എറർ കാണിക്കുന്ന കാണാം. ലൈൻ നമ്പർ 11 നോൺ സ്റ്റാറ്റിക് വേരിയബിൾ സി കനോട്ട് ബി റെഫറൻസ്ഡ് ഫ്രം എ സ്റ്റാറ്റിക് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ലൈൻ നമ്പർ 11 ഒരു എറർ ഉണ്ട്. സി എന്ന് പറയുന്ന ഒരു നോൺ സ്റ്റാറ്റിക് വേരിയബിളിനെ സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ അകത്തുനിന്ന് റെഫറൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത് ശരിയല്ല എന്നാണ് അവിടെ എഴുതി കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാം സി എന്ന് പറയുന്നത് നോൺ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു വേരിയബിളാണ്, സാധാരണ ഒരു വേരിയബിളാണ്. നോൺ സ്റ്റാറ്റിക് വേരിയബിളിൽ നിന്ന് സാധാരണ നമ്മൾ കൊടുക്കുന്ന ഒരു വേരിയബിളാണ്. ഓരോരുത്തർക്കും ഓരോ ഒബ്ജക്റ്റും ഓരോ കോപ്പി ഉണ്ടാവുന്ന ഒരു വേരിയബിളാണ്. അത് ഞാൻ ഈ സ്റ്റാറ്റിക് വോയിഡ് മെത്തേഡ്, ഈ മെത്തേഡിൻ്റെ അകത്തുനിന്ന് ഞാൻ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന് ആക്സസ് ചെയ്യാൻ സമ്മതിക്കണില്ല. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ അകത്തുനിന്ന് സ്റ്റാറ്റിക് വേരിയബിൾസ് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ.
സോ എയും ബിയും ആക്സസ് ചെയ്യാൻ പറ്റിയത് അത് സ്റ്റാറ്റിക് വേരിയബിൾസ് ആയതുകൊണ്ടാണ്. സി ആക്സസ് ചെയ്യാൻ പറ്റാത്തത് അത് സ്റ്റാറ്റിക് വേരിയബിൾ അല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. സോ എറർ വരും. സ്റ്റാറ്റിക് വേരിയബിൾ അല്ലാത്ത വേരിയബിൾസ് നമ്മൾ സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ അകത്ത് നിന്ന് ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാൽ എറർ വരും. ഓക്കെ, ഇനി ഫൈൻ. ഇനി നെക്സ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറയുന്ന ബ്ലോക്ക് പറഞ്ഞല്ലോ, സ്റ്റാറ്റിക് ബ്ലോക്ക്സ് ക്രിയേറ്റ് ചെയ്യാം. അതുമായിട്ട് എങ്ങനെയാണ് ചെയ്യുക? സ്റ്റാറ്റിക് എന്ന് പറയുന്ന വേർഡ് കീവേഡ് യൂസ് ചെയ്യുക. കേളി ബ്രേസസ്, സ്റ്റാർട്ടിങ് കേളി ബ്രേസ്, ഓപ്പണിങ് കേളി ബ്രേസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് സ്റ്റാറ്റിക് ബ്ലോക്കിൽ ഇടേണ്ടത് അത് അവിടെ കൊടുക്കുക. സോ ഇവിടെ ജസ്റ്റ് സ്റ്റാറ്റിക് ബ്ലോക്ക് ഇനീഷ്യലൈസ് എന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ബീൻ്റെ വാല്യൂ a/4 എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബിയും എയും സ്റ്റാറ്റിക് ബ്ലോക്സിൻ്റെ അകത്ത് ആക്സസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ബിക്കോസ് ബി ആൻഡ് എ ആർ സ്റ്റാറ്റിക് വേരിയബിൾസ് അല്ലേ. ഫൈൻ, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മെയിൻ മെത്തേഡ് ഉണ്ട്. നമ്മൾ സെയിം ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ യൂസ് സ്റ്റാറ്റിക്കിൻ്റെ അകത്ത് ഒരു മെയിൻ മെത്തേഡ് ഉണ്ട്. മെയിൻ മെത്തേഡ് ഈസ് കോളിങ് മെത്ത് എന്ന് പറയുന്ന മെത്തേഡ് വിളിക്കുകയാണ്. അതും കുഴപ്പമില്ല. സ്റ്റാറ്റിക് മെത്തേഡ് ഉണ്ടാക്കുന്ന സ്റ്റാറ്റിക് മെത്തേഡ് വിളിക്കാമല്ലോ. മെത്തേഡ് സ്റ്റാറ്റിക് മെത്തേഡ് ആണല്ലോ. മെയിൻ മെത്തേഡ് ഒരു സ്റ്റാറ്റിക് മെത്തേഡ് ആണല്ലോ. സോ മെയിൻ മെത്തേഡിൻ്റെ അകത്തുനിന്ന് മെത്ത് എന്ന് പറഞ്ഞ മെത്തേഡ് വിളിക്കുന്നതിന് കുഴപ്പമില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ സ്റ്റാറ്റിക് മെത്തേഡ്. ബാക്കി വേറെ എന്ത് മെത്തേഡ് വിളിക്കണമെങ്കിലും യു വിൽ ഹാവ് ടു ക്രിയേറ്റ് എൻ ഒബ്ജക്റ്റ് വഴി മാത്രമേ മറ്റ് മെത്തേഡ്സൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ മെത്ത് വിളിക്കുമ്പം എററൊന്നും വരുന്നില്ല. ഇനി ഞാനിത് കമൻറ്റ് ചെയ്യാണ്, ബിക്കോസ് ദിസ് വാസ് കോസിങ് എൻ എറർ റൈറ്റ്. അത് കമൻറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ മെത്ത് ഓഫ് 42 വിളിച്ചിട്ടുണ്ട്. 42 എന്ന് പറയുന്ന ഒരു വാല്യൂ എക്സിലോട്ട് വരും. 42 പ്രിൻറ്റ് ചെയ്യും. പിന്നെ എൻ്റെയും ബീൻ്റെയും വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇതാണിത് മെത്ത് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഐ ഡു ദിസ് ഓൾസോ. ഒരു സ്റ്റാറ്റിക് ബ്ലോക്കും കൂടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നേരത്തെ സ്റ്റാറ്റിക് ബ്ലോക്കിൽ നമ്മളെ ടെക്സ്റ്റുള്ള എക്സാമ്പിളിൽ ഇറ്റ് വാസ് പ്രിൻറ്റിങ് സംതിങ് റൈറ്റ്. ഇറ്റ് വാസ് സെല്ലിങ് സ്റ്റാറ്റിക് ബ്ലോക്ക് ഇനീഷ്യലൈസ്ഡ്. നമുക്കത് തന്നെ കൊടുക്കാം, എന്ത് കൊടുത്താലും സാറില്ല. പിന്നെ ബീൻ്റെ വാല്യൂ a/4 ചെയ്യണം. ഓക്കെ, അത്രയും അവിടെയും ചെയ്യണമല്ലോ. ഓക്കെ, ഇത് ചെയ്യാണ്. സോ ദിസ് സ്റ്റാറ്റിക് ബ്ലോക്ക് ഗെറ്റ്സ് കോൾഡ് വെൻ ദി ക്ലാസ് ഇസ് ലോഡഡ്. യൂസ് സ്റ്റാറ്റിക് എന്ന് പറയുന്ന ക്ലാസ് ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഹലോ സ്റ്റുഡൻസ്, കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട് പ്രോഗ്രാമിൻ്റെ അകത്ത്. യു ക്യാൻ സീ ഞാൻ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ബീൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സീൻ്റെ വാല്യൂ ഞാൻ അസൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വിൽ ഷോ യു ദാറ്റ് സി എന്ന് പറയുന്നത് നോൺ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. സോ സി നോൺ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡേറ്റ സ്റ്റാറ്റിക് കോണ്ടെക്സ്റ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഞാനിപ്പോൾ സി ഇവിടെ അസൈൻ ചെയ്യാൻ ശ്രമിച്ച് ഞാൻ സേവ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് കമ്പൈൽ ചെയ്യുമ്പോൾ എറർ കാണിക്കുന്നതെന്ന് വെച്ചാൽ ലൈൻ നമ്പർ 10 നോൺ സ്റ്റാറ്റിക് വേരിയബിൾ സി കനോട്ട് ബി റെഫറൻസ് ഫ്രം സ്റ്റാറ്റിക് കോണ്ടെക്സ്റ്റ്. അതായത് ഇതാണ് ലൈൻ നമ്പർ 10. യു ക്യാൻ സി ലൈൻ നമ്പർ 10 ഇതാണ്. ഇവിടെ കണ്ടോ, ലൈൻ നമ്പർ 10 ഇതാണ്. സോ അവിടെ സീൻ്റെ വാല്യൂ സീനെ ആക്സസ് ചെയ്യാൻ നമ്മളെ സമ്മതിക്കണില്ല, ബിക്കോസ് സി എന്ന് പറയുന്നത് നോൺ സ്റ്റാറ്റിക് വേരിയബിളാണ്. ഓക്കെ, സോ അതെന്തായാലും എററാണ്. സോ ഐ വിൽ ബി കമൻറ്റിങ് ഇറ്റ്. ഓക്കെ, നേരത്തെ നമുക്ക് മെത്ത് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ടാകുന്നത് സി ആക്സസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അതുപോലെ തന്നെയാണിത്. ഓക്കെ, ആ ഒരു റീസൺ തന്നെയാണ് ഇവിടെയും. ഐ വിൽ ഷോ യു ഇവിടെ മെത്ത് ഇതിൻ്റെ എക്സിക്യൂട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം.
again I'll save it. And ഇപ്പം എറർ, there's no error, ഞാൻ കറക്റ്റ് ചെയ്തല്ലോ. എക്സിക്യൂട്ട് ചെയ്യുമ്പം ആദ്യം ഞാൻ പറഞ്ഞു ക്ലാസ് ലോഡ് ചെയ്യുമ്പം ആ സ്റ്റാറ്റിക് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. സോ സ്റ്റാറ്റിക് ബ്ലോക്കിൻ്റെ അകത്താണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. സ്റ്റാറ്റിക് ബ്ലോക്ക് ഇനീഷ്യലൈസ്ഡ് എന്ന് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു. പിന്നെ നെക്സ്റ്റ് ഇസ് ഐ ഹാവ് യു ക്യാൻ സി ബീൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിരുന്നു. പ്രിൻറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല, അസൈൻ ചെയ്ത് കൊടുത്തിരുന്നു. പിന്നെ എന്തായാലും മെയിൻ ഫംഗ്ഷൻ വിളിക്കപ്പെടും, ഫൈൻ. അന്നേരം മെത്ത് ഓഫ് 42 എന്ന് പറയുന്ന മെത്ത് ഓഫ് 42 വിളിക്കും. അന്നേരം എക്സിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും, എൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും, ബീൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. എക്സിൻ്റെ വാല്യൂ 42 എന്ന് പ്രിൻറ്റ് ചെയ്യും, എൻ്റെ വാല്യൂ 3 എന്ന് പ്രിൻറ്റ് ചെയ്യും, ബീൻ്റെ വാല്യൂ 3 × 4 അതായത് 12 പ്രിൻറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതാണ് അവിടെ ഉള്ളതും, 42, 3, 12. ഓക്കെ, ഇനി ഞാൻ നോട്ട് സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ടല്ലോ, അവിടെ കാണുന്നില്ല വോയിഡ് നോട്ട് സ്റ്റാറ്റിക്. ഞാനത് വോയിഡ് ആക്കിയിട്ടുണ്ട്, നേരത്തെ ഇൻറ്റിജർ ആയിരുന്നു. വോയിഡ് നോട്ട് അണ്ടർസ്കോർ സ്റ്റാറ്റിക് അണ്ടർസ്കോർ മെത്തേഡ്. ഇറ്റ്സ് എ റെഗുലർ മെത്തേഡ്, സ്റ്റാറ്റിക് മെത്തേഡ് അല്ല, നോട്ട് സ്റ്റാറ്റിക് മെത്തേഡാണ്. സോ അത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്, ഫ്രം വിത്തിൻ നോട്ട് സ്റ്റാറ്റിക് മെത്തേഡിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ മെയിൻ മെത്തേഡിൻ്റെ അകത്തുനിന്ന് ഞാൻ ആ നോട്ട് സ്റ്റാറ്റിക് മെത്തേഡ് വിളിക്കുകയാണ്. യു ക്യാൻ സി എറർ വിൽ ബി ദർ. ഞാൻ കമ്പൈൽ ചെയ്യുമ്പോൾ എറർ വരും, ബിക്കോസ് സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ അകത്തുനിന്ന് സ്റ്റാറ്റിക് മെത്തേഡ് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. സോ ഐ വിൽ കമ്പൈൽ ആൻഡ് ഷോ യു. യു ക്യാൻ സി എറർ, ലൈൻ നമ്പർ 27 എററാണ്. നോൺ സ്റ്റാറ്റിക് മെത്തേഡ് നോട്ട് അണ്ടർസ്കോർ സ്റ്റാറ്റിക് അണ്ടർസ്കോർ മെത്ത് കനോട്ട് ബി റെഫറൻസ് ഫ്രം എ സ്റ്റാറ്റിക് കോണ്ടെക്സ്റ്റ്. സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ അകത്തുനിന്ന് സ്റ്റാറ്റിക് മെത്തേഡ് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. വേറെ ഏതൊക്കെ മെത്തേഡ് വിളിക്കണ്ടെങ്കിൽ തന്നെ യു ക്യാൻ കോൾ ഇറ്റ് ത്രൂ ദ ഒബ്ജക്റ്റ് റെഫറൻസ്, ഒബ്ജക്റ്റ് ഡോട്ട് വെച്ചിട്ട് വിളിക്കാം. അല്ലാതെ നിങ്ങൾക്ക് സ്റ്റാറ്റിക് മെത്തേഡ് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. സോ ഐ വിൽ ജസ്റ്റ് കമൻറ്റ് ഇറ്റ് ഔട്ട് ആൻഡ് ഷോ യു. ഇറ്റ് വിൽ കമ്പൈൽ വിത്തൗട്ട് എറർ. ഇപ്പം എററൊന്നുമില്ലാതെ കമ്പൈൽ ചെയ്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒബ്ജക്റ്റ് വഴി വിളിക്കുകയാണ്. സോ വി ക്യാൻ ക്രിയേറ്റ് ഒബ്ജക്റ്റ്. ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് ഒബ്ജക്റ്റ് യൂസ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഞാൻ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് അതുവഴി വിളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഓക്കെ, യൂസ് സ്റ്റാറ്റിക് യൂഎസ് ഈക്വൽസ് ന്യൂ എന്നിട്ട് ഞാൻ യു എസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് യൂഎസ് ഡോട്ട് എന്താണ് നോട്ട് സ്റ്റാറ്റിക് ഇങ്ങനെ വിളിക്കുകയാണ്. ഓക്കെ, അതിനൊരു പ്രശ്നമില്ല, ജാവക്ക് അങ്ങനെ ചെയ്യുന്നതിന് പ്രശ്നമില്ല. യു ക്യാൻ ക്രിയേറ്റ് എൻ ഒബ്ജക്റ്റ് ഫ്രം എ സ്റ്റാറ്റിക് മെത്തേഡ്, അതിനകത്തുനിന്ന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്, യൂസ് സ്റ്റാറ്റിക്കിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അതുവഴി ഞാൻ നോട്ട് സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് വിളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ബിക്കോസ് ഒബ്ജക്റ്റ് വഴി വിളിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഡയറക്റ്റ് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ. സോ ഞാനത് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചാൽ ആദ്യം, എന്നിട്ട് പിന്നെ ബാക്കി പറയാം. സോ ഇത് കമ്പൈൽ ചെയ്തു. എനിവേ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഇപ്പം ഒരു കുഴപ്പമില്ലാണ്ട് ആ മെത്തേഡ് വിളിക്കുന്നുണ്ട്. ഫ്രം വിത്തിൻ നോട്ട് സ്റ്റാറ്റിക് മെത്തേഡ് പറഞ്ഞാൽ ആ ഒരു പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ യൂസ് അസ് ഡോട്ട് യു എസ് ഡോട്ട് നോട്ട് സ്റ്റാറ്റിക് മെത്തേഡ് വിളിച്ചതുകൊണ്ടാണ് ഇവിടെ. അതേപോലെ തന്നെ ഈ സി ഇവിടെയൊക്കെ ആക്സസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ആക്സസ് ചെയ്യുമ്പോൾ പ്രശ്നം വന്നു. അതേപോലെ തന്നെ ഇത് ആക്സസ് ചെയ്യുമ്പോൾ പ്രശ്നം വന്നല്ലോ. സി ആക്സസ് ചെയ്യുമ്പോൾ ഇവിടെ പ്രശ്നം വന്നല്ലോ. ഇത് വേണമെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഈ യൂസ് സ്റ്റാറ്റിക്കിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി ആക്സസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല.
ഇവിടെ ob.c ഈക്വൽസ് 9 എന്ന് കൊടുത്താൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, c ഈക്വൽ ടു 9 എന്ന് കൊടുത്താൽ പ്രശ്നമായിരിക്കും. ഷോ യു. സോ കമ്പൈലേഷൻ എറർ ഇല്ല. ഓക്കെ, സോ നമുക്ക് കാണാം ഇവിടെ എററൊന്നുമില്ല. എന്തായാലും ഔട്ട്പുട്ടിൽ നമ്മൾ അതിൻ്റെ ഒരു വാല്യൂ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, അതുകൊണ്ട് അത് കാണുന്നില്ല. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് സ്റ്റാറ്റിക് വേരിയബിൾസ് ആൻഡ് സ്റ്റാറ്റിക് മെത്തേഡ്സ്. ഓക്കെ, പിന്നെ സ്റ്റാറ്റിക് വേരിയബിൾസും സ്റ്റാറ്റിക് മെത്തേഡ്സൊക്കെ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ക്ലാസ്സിൻ്റെ അകത്തുനിന്ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വേറൊരു ഔട്ട്സൈഡ് ഓഫ് ദ ക്ലാസ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ടെക്നിക്, ക്ലാസ് നെയിം ഡോട്ട് മെത്തേഡ്. ഓക്കെ, സോ ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത്. സ്റ്റാറ്റിക് ഡെമോ എന്ന് പറയുന്നൊരു ക്ലാസ്, അതിൻ്റെ കോൾമി എന്ന് പറയുന്ന സ്റ്റാറ്റിക് മെത്തേഡ്, പിന്നെ വേറൊരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റിക് ബൈ നെയിം എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുനിന്ന് ഞാൻ ഈ ഒരു ക്ലാസ്സിൻ്റെ സ്റ്റാറ്റിക് ഡെമോൻ്റെ കോൾമി മെത്തേഡ് വിളിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ വിളിക്കാം, സ്റ്റാറ്റിക് ഡെമോ ഡോട്ട് കോൾമി. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന ഈ സ്റ്റാറ്റിക് വേരിയബിൾ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിക് ഡെമോ ഡോട്ട് ബി എന്ന് പറഞ്ഞിട്ട് ആക്സസ് ചെയ്യാം. ഒബ്ജക്റ്റ് വഴിയല്ല, ക്ലാസ്സിൻ്റെ വഴി, ക്ലാസ് നെയിം ഡോട്ട് മെത്തേഡ്, ക്ലാസ് നെയിം ഡോട്ട് വേരിയബിൾ നെയിം എന്നുള്ള രീതിയിൽ ആക്സസ് ചെയ്യാം. ഇത് ചെയ്യുന്നത് ക്ലാസ്സിൻ്റെ പുറത്താണ്. അതായത് സ്റ്റാറ്റിക് ഡെമോൻ്റെ പുറത്ത് നമുക്ക് സ്റ്റാറ്റിക് ഡെമോൻ്റെ അകത്തുള്ള സ്റ്റാറ്റിക് വേരിയബിൾസും സ്റ്റാറ്റിക് മെത്തേഡ്സും ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാറ്റിക് ഡെമോ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ പുറത്തുള്ള വേറൊരു ക്ലാസ്സിൽ അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ ഒരു മെത്തേഡ്, ഈ ഒരു രീതിയിൽ നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, so that is about static methods and static variables.